BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 2 ദിവസം ബാക്കി നിൽക്കുമ്പോഴും കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോരും കരുനീക്കങ്ങളും ശക്തമായി തുടരുകയാണ്. ലീഗിന്റെ പരസ്യ പിന്തുണയിൽ സന്തോഷത്തിലാണ് സതീശൻ വിഭാഗം. അതേസമയം ലീഗ് നിലപാട് പരസ്യമാക്കരുതെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെയും രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെയും നിലപാട്. കൂടുതൽ ഘടകകക്ഷികളെ ഒപ്പം നിർത്താനുള്ള ശ്രമം 3 ചേരികളും തുടരുകയാണ്. അതേസമയം KC വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് ചെന്നിത്തല പക്ഷവും സതീശൻ പക്ഷവും. ഇതിനിടെ KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗ് നിർത്തിയതെന്നാണ് സൂചന. KC പക്ഷത്തിന്റെ പിന്തുണ ചെന്നിത്തല വിഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കളമൊഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും കളത്തിൽ തന്നെയുണ്ടെന്നുമാണ് KC പക്ഷം പറയാതെ പറയുന്നത്. മുസ്ലിം ലീഗ് സതീശൻ അനുകൂല നിലപാട് പരസ്യമായി എടുത്തത് ചെന്നിത്തല KC പക്ഷങ്ങൾക്ക് കനത്ത ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ KC RC പക്ഷത്തിന് കടുത്ത അമർഷവുമുണ്ട്. വോട്ടെണ്ണൽ തീയതി അടുത്തതോടെ കോൺഗ്രസിനുള്ളിൽ വമ്പൻ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തുറന്നു വരുന്നത്. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് തിരിച്ചടി നൽകി കേരളത്തിൽ UDF സർക്കാർ വരുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ സർവേ 78-90 സീറ്റുകളിലാണ് UDFന് പ്രവചിക്കുന്നതെങ്കിൽ പീപ്പിൾസ് പൾസ് 75-85 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. CNN വോട്ട് വൈബ് 70 മുതൽ 80 സീറ്റ് വരെയാണ്. പീപ്പിൾസ് പൾസ് 75 മുതൽ 85 വരെയും, ടൈംസ് നൗ JVC 70 മുതൽ 75 വരെയും, ജേർണോ മിറർ 65 മുതൽ 80 വരെയും, പീപ്പിൾസ് ഇൻസൈറ്റ് 66 മുതൽ 76 വരെയും, ചാണക്യ സ്ട്രാറ്റജി 72 മുതൽ 80 വരെയും, PMark 71 മുതൽ 79 വരെയും എന്നിങ്ങനെയാണ് മറ്റു ഏജൻസികൾ UDF ഭരണത്തിന് സാധ്യത കൽപ്പിക്കുന്നത്. അതേസമയം എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് ലഭിച്ച പിന്തുണ ജനവികാരമാണെന്നാണ് കരുതുന്നുവെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യ പ്രതികരണം നടത്തിയത്. ആളുകളുടെ അഭിപ്രായം അത് തന്നെയാണെന്നാണ് തോന്നുന്നതെന്നും സാദിഖ് അലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. UDF ജനവികാരം പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ജനവികാരം പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡും ജനവികാരം മാനിച്ചായിരിക്കും തീരുമാനമെടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. അർഹതപ്പെട്ട ലീഗിന് ലഭിക്കും. ലീഗിന്റെ അജണ്ട നിശ്ചയിക്കുന്ന ലീഗ് തന്നെയാണെന്നും പുറത്തുള്ളവരെയും ലീഗിന്റെ അജണ്ട നിശ്ചയിക്കാറില്ലെന്നും സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.